സംഭവം മറ്റൊന്നുമല്ല. ഒരു യുവാവ് ഒരു KSRTC ബസ്സിൽ കയറുന്നു. തമിഴ്നാട് സ്വദേശിയാണ് യുവാവ്. എന്നാൽ മലയാളം ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട്. യുവാവിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതലായിട്ടും വ്യക്തമല്ല. എന്താണെങ്കിലും ആ യുവാവ് ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയ സമയത്ത് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുന്നതിന് വേണ്ടി തൻ്റെ സീറ്റിൽ ബാഗോ ടവലോ മറ്റോ ഇട്ടിട്ട് ഇറങ്ങിപ്പോയി. തിരികെ വന്നപ്പോൾ ആ സീറ്റ് മറ്റൊരാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫാമിലിയാണ്, കൂടുതലും സ്ത്രീകളടങ്ങുന്ന ഒരു ഫാമിലിയാണ് ആ സീറ്റ് കൈയടക്കിയത്. അതിനെ ചൊല്ലി യുവാവ് അവിടെ തർക്കമായി. അവസാനം ആ യുവാവിനെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെയാണ് യുവാവ് ആരോപിക്കുന്നത്. അധികം ആളുകളും കുറ്റപ്പെടുത്തുന്നത് സ്ത്രീ യാത്രക്കാരെ തന്നെയാണ്. ഇതിപ്പോ കുറെ ആളുകൾ ഇതിൽ കമന്റ് ഇടുന്നുണ്ട്. നിനക്കൊക്കെ ഓസിന് യാത്ര ചെയ്യുകയും വേണം, സീറ്റും വേണം. പുരുഷന്മാര് ടിക്കറ്റ് എടുക്കുകയും വേണം, സീറ്റും കിട്ടില്ല. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. ഒരു സ്ത്രീയുടെ അടുത്തൊരു പുരുഷൻ ഇരിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ ശല്യപ്പെടുത്താതെ ഇരിക്കുന്നിടത്തോളം അവർക്ക് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു പുരുഷൻ അടുത്ത് വന്ന് ഇരുന്നു എന്ന് പറഞ്ഞ് അയാളെ ജനറൽ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഒരു സ്ത്രീക്കും അവകാശമില്ല. അയാൾ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ആ വിവരം കണ്ടക്ടറെ ധരിപ്പിക്കുകയോ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടുകയൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി താൻ ദീർഘദൂരം യാത്ര ചെയ്യേണ്ട ഒരു സീറ്റ്, അതിൽ ഇരുന്ന ആ ഒരു സമയത്ത് തനിക്ക് വെള്ളം ദാഹിച്ചു. ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ബാഗോ ടവലോ അവിടെ വെച്ചിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ സീറ്റ് കൊടുക്കുക എന്നുള്ളത് സഹയാത്രികരുടെ ഒരു മര്യാദയാണ്. എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യാനുള്ള അവകാശം ഇവിടെയുണ്ട്. അത് തുല്യവുമാണ്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി 25% സീറ്റ് സംവരണം ഇവിടെ ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ.